ഒന്ന് ഇറങ്ങി വന്നേ. സുദേവൻ വന്നു. ഓ ദേ ഒന്ന് എണീറ്റേ. അവനെവിടെ? വന്നത് ഞാൻ കണ്ടതാ. ആര്? സുദേവൻ. സ്വപ്നത്തിൽ വന്നത് പതിവ് പോലെ ആനപ്പുറത്തോ അതോ കുതിരപ്പുറത്തോ? എന്റെ മാഷേ, ഈ കത്ത് ഇന്നെങ്കിൽ അയച്ചില്ലെങ്കിൽ കടല് കടന്ന് അക്കരെ എത്തുമ്പോ ഓണോ സംക്രാന്തി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ദേ അഡ്രസ് ഇതേ ശരിയല്ലേ നോക്കി. എന്നാലും ഇത്ര അടുത്ത് എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല ദേവു. ഇത് നല്ല കൂത്ത്. ഇനി ബോധം തെളിയണമെങ്കിൽ തലയിൽ ധാരം നടത്തണോ? ആ കണ്ണട എടുത്തു വെച്ച് ഈ അഡ്രസ് ശരിയാണോന്നൊന്ന് നോക്കി. ഇതൊക്കെ ഓണക്കൊടികളാണോ കൊച്ചമ്മേ? കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി അവൻ അച്ഛനും അമ്മയ്ക്കും അയച്ച സമ്മാനങ്ങളാ. പക്ഷേ ഇതുവരെ ഞങ്ങൾ ഇതൊന്നും ഉടുത്തിട്ടില്ല. അതെന്താ? വരട്ടെ, അവൻ വരട്ടെ, എന്നിട്ട് മതിയെല്ലാം. ഇനിയിപ്പോ ഇത്തവണ ഇതുപോലെ ഒരെണ്ണം വരുമല്ലോ. പഴയത് വല്ലതും ഉണ്ടെങ്കിൽ എനിക്കൊരെണ്ണം തരണേ കൊച്ചമ്മേ. അശ്രീകരം, കരുനാവൊന്ന് അടക്കുന്നുണ്ടോ നീ? എന്റെ കുട്ടി ഈ പടി ഒരിക്കലും ചവിട്ടരുതെന്നാ നിന്റെ വിചാരം? ഈശ്വരാ, ഓ ഇപ്പൊ എന്റെ നാക്കായി കുറ്റം. മകനെ കടലും കിടത്തി സായിപ്പാക്കാൻ വിട്ടപ്പോ ആലോചിക്കണായിരുന്നു. ഇപ്പൊ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. വരുന്ന വഴി ഫാർമസിയിലൊന്ന് കയറി. ഒരു മാസത്തേക്കുള്ള മരുന്നുകളാ. രണ്ടുപേർക്കുള്ളതില്ലേ? അല്ല, കത്ത് നേരെ എത്തില്ലേ? വിളിക്കുമ്പോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിസ്തരിച്ചങ്ങ് എഴുതിയിട്ടുണ്ട്. ഇത്തവണയും കൂടി നീ നാട്ടി വന്നില്ലെങ്കിൽ പിന്നെ ഈ അച്ഛന്റെ അമ്മയുടെയും ചാവടീന്തരത്തിന് വന്നാ മതിയെന്ന്. അതിനും നമ്മുടെ മോൻ വരുമെന്ന് തോന്നുന്നുണ്ടോ ദേവു നിനക്ക്? വെറുതെ വ്യാമോഹിക്കണ്ട. ആ മുഹമ്മദ് പറഞ്ഞത് നേരാ. നിൽക്കാൻ പറ്റാത്ത വേഗതയിൽ അവൻ ഓടിക്കൊണ്ടിരിക്കുക. ആ ഓട്ടത്തിനിടയിൽ അവൻ എപ്പോഴോ കണ്ടു മിന്നി മറഞ്ഞ രണ്ട് രൂപങ്ങളാ നമ്മൾ രണ്ടുപേരും. എന്നാൽ ഓർക്കുമ്പോ കഴിഞ്ഞ 10-20 വർഷം അവനെങ്ങനെ കഴിഞ്ഞു വരാതിരിക്കും? എന്റെ കുട്ടിയുടെ രൂപം ഇപ്പൊ എങ്ങനെ ഇരിക്കുമോ ആവോ? ഹലോ. ഞാൻ മറന്നിട്ടൊന്നുമില്ലമ്മേ. ആകാശത്ത് പിടിക്കാൻ ചാടി ഭൂമി നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാ സ്ഥിരം കത്ത് കയ്യിൽ കിട്ടുന്നതിന് മുൻപേ വിളിച്ചത്. ഞാനും ഭാമയും ഈ ഓണത്തിന് വരുന്നു അമ്മേ. ഇത് എന്നും പറയുന്ന പോലെയല്ല, സത്യം. അമ്മയാണ് സത്യം. നിങ്ങളുടെ ഒരു കാര്യം മനസ്സിൽ ഇപ്പോഴാ പഴയ ചിത്രാണല്ലേ. കാലം ഇപ്പൊ എത്രയായിരുന്ന വിചാരം? മകനും മരുമോളും കൊച്ചുമോളും ഒക്കെ ഒരുപാട് മാറിയിരിക്കും. ലക്ഷ്മിമോളെ കാണിക്കാൻ വരുമ്പോ മോൾക്കന്ന് 1 വയസ്സാ. ആ മോണ കാട്ടിയുള്ള ചിരി ഒരിക്കലും മനസ്സീന്ന് മായില്ല. 18-19 വയസ്സ് കാണും. വലിയ പെണ്ണായിട്ടുണ്ടാവും ഇപ്പോ. എന്നാലും കാണാനൊരു ഫോട്ടോ പോലും അയച്ചു തന്നില്ല ഇതുവരെ. ആ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ഓർമ്മ കാണുമോ? ഫോട്ടോയും വീഡിയോയും ഒക്കെ നമുക്കല്ലേ വലുത്. അവർക്കത് നിസ്സാരമാ. നീ തന്നെയല്ലേ പറയാറ്, അടയ്ക്കായ മടിയിൽ വെക്കാം, കവുങ്ങായ പറ്റില്ലാന്ന്. നീ ആ ഗുളിക ഇങ്ങെടുക്ക്. സമയം തെറ്റി ഗ്യാസ് കയറണ്ട.
വീടാകെ വൃത്തികേടായി കിടക്ക. ആ മീനാക്ഷിയെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല. രണ്ടുപേരെ കൂടെ വിളിച്ച് നാളെ തന്നെ തുടങ്ങണം ഒരുക്കങ്ങൾ. ദാ അവന്റെ പഴയ മുറി തന്നെ മതിയാവില്ലേ? മതി. എന്നാലും എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. അവര് വരുമായിരിക്കും അല്ലേ? പിന്നെ സംശയം എനിക്കുറപ്പാ. അല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്യുന്ന അവനറിയാം. സത്യമായിട്ട് അറിയാം. 25 വർഷം അവനീ പടിയിറങ്ങിപ്പോയത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. അവസാനം തിരിച്ചു വരാൻ പെറ്റമ്മയ്ക്ക് ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കേണ്ടി വന്നു അല്ലേ ദേവു? സ്നേഹം അത് ചിലപ്പോ ക്രൂരമായൊരു വികാരം കൂടിയാണ്. ഇന്ന് മാത്രം പോരാ, തിരുവോണം കഴിയണവരെ പൂക്കളം ഒരുക്കിയാൽ എല്ലാവർക്കും കൈ നിറയെ സമ്മാനമാണ് അല്ലേ? ചായ. അത്തപ്പൂക്കളം ഇടാൻ ഈ കുട്ടികളെങ്കിലും കിട്ടിയല്ലോ. ഭാഗ്യമായി. യെസ് ഡാഡി. ആ ഞാനിത് എത്തി. രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. എന്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. ഓക്കെ. ഫോൺ അമേരിക്കന്നാ. ഹലോ അച്ഛാ, ഞാനാണ് സുദേവൻ. പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം. അത്യാവശ്യം എനിക്കൊരു ഹോങ്കോങ് ട്രിപ്പ് വേണ്ടി വന്നതുകൊണ്ട് ഞാനും ഭാമയും വരുന്നില്ല. പകരം അധീനെ അയക്കുന്നു. അച്ഛന് മനസ്സിലായില്ലേ? അവിടെ ഇപ്പോൾ ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്റെ മകളാ, അച്ഛന്റെ കൊച്ചുമകൾ. ദേവു, ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ ലക്ഷ്മിയാ. ലക്ഷ്മി എന്റെ മോളെ. മുത്തശ്ശി വാ. ഇവിടെ ഇരിക്കെ. വന്നേ, ഇരിക്കെ മുത്തശ്ശി. ഞാൻ ഇരിക്കട്ടെ. ഇത് ഡാഡി പ്രത്യേകം മുത്തശ്ശിനെ തന്നുവിട്ടതാ. ഇത് മുത്തശ്ശിക്ക് തിരുവോണത്തിന്റെ അന്ന് പൊട്ടിച്ചാ മതി. ആ എന്തെങ്ങനെ അമ്പരന്നിരിക്കുന്ന? വന്നേ, വാ. ഇവിടെയൊക്കെ കാണാൻ എന്ത് രസവാ. ഇരിക്കെ. ബ്യൂട്ടിഫുൾ. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ എന്റെ മോൾ ഒറ്റയ്ക്ക്. ഇതല്ലേ ഒരു സുഖം. ഡാഡി പറഞ്ഞതുപോലെ ഒരു ക്രാഷ് ലാൻഡിങ്. മുത്തശ്ശന് എന്താ ഒരു ഗൗരവം? ഞാൻ വന്നതേ ഇഷ്ടപ്പെട്ടില്ലേ? മഹാപാപം പറയാതെ മോളെ. സത്യം പറഞ്ഞാ എന്റെ അമ്പരപ്പ് മാറിയിട്ടില്ല. മോള് വളർന്നു വലിയ കുട്ടിയായി. പ്രായമായ പിന്നെ വളരില്ലേ? ഞാനിപ്പോ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് മുത്തശ്ശ. 1 മിനിറ്റ്.
ഇവിടുത്തെ ഓരോ മൊമെന്റ്സും പകർത്തിക്കൊണ്ടുവരാൻ ഡാഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു മെമ്മറി കാർഡ് തന്നെയുണ്ട്. അപ്പോ അച്ഛനമ്മയും വരില്ലെന്നാണോ? ഹോങ്കോങ് ട്രിപ്പ് കഴിഞ്ഞ് നേരെ ഇവിടേക്ക്. അതുവരെ കടുങ്കൈയൊന്നും ചെയ്യരുതെന്ന് മുത്തശ്ശിയോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡി. അല്ലെങ്കിൽ തന്നെ അവരെന്തിനാ വരുന്നേ? ഈ ഓണം അടിച്ചു പൊളിക്കാൻ ഞാൻ പോരെ? കുറച്ചൊക്കെ എനിക്കും അറിയാം മുത്തശ്ശി. ഒരിക്കൽ അവിടെ ഓണാഘോഷത്തിന് മുണ്ടുന്നേരുന്ന് ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോ അവിടെ ഓണവും വിഷുവൊക്കെ ഉണ്ടോ? മലയാളികൾ ഉള്ളിടത്ത് ഓണം ഇല്ലാണ്ടിരിക്കോ? ഇവിടത്തേക്കാൾ ആഘോഷം ഇപ്പൊ അവിടെയാ. ചേച്ചിയുടെ പുതിയ പേര് എനിക്ക് ഒട്ടും ഇഷ്ടായില്ല. എന്താ കൊച്ചുമ്മേന്റെ അർത്ഥം? ശരിയാ, ലക്ഷ്മി എന്നുള്ള പേര് മാറ്റണ്ടായിരുന്നു. ദൈവത്തിന്റെ പേരല്ലേ അത്? അതിനെയും ദേവതയാ. മമ്മിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗ്രീക്ക് ദേവത മുത്തശ്ശി ഇലിയഡ് വായിച്ചിട്ടില്ലേ? എനിക്കൊന്നും അറിയില്ല മോളെ. ചെലപ്പോ മുത്തശ്ശൻ അറിയായിരിക്കും. ദേവു, ആ വന്നൂന്ന് തോന്നണു. ദേവു, ദേവു. മലയാളി മങ്ക തന്നെ. മുത്തച്ഛന്റെ വാഹനം ഇപ്പോഴോ പഴയ സൈക്കിൾ തന്നെയല്ലേ? അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ആണോ എന്നോട്? അതെ, അവനില്ലാത്ത ഒരു ജീവിതമുണ്ടോ? അതിന്റെ മുകളിൽ കയറിയാ ഞാനിപ്പോഴും പഴയ പോസ്റ്റ് മാസ്റ്റർ മേനോനാ. ഒന്നോർത്താ നിന്റെ അച്ഛൻ വലിയ അമേരിക്കക്കാരനാകാനുള്ള കാരണം ഈ സൈക്കിളാ. ഈ സൈക്കിളിന്റെ പുറത്ത് കയറിയുള്ള എന്റെ സഞ്ചാരം. ഓ, തുടങ്ങി പഴംപുരാണം. നിങ്ങളൊന്ന് നോക്കിക്കേ, ഇപ്പോ തനി മലയാളി പെൺകുട്ടി ആയില്ലേ നമ്മുടെ മോള്? ഇതൊക്കെ മോൾക്കുള്ളതാ. കണ്ണി കണ്ടതെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഹലോ, ഹായ് ഡാഡി. സുഖന്ന് പറഞ്ഞ പോരാ, പരമസുഖം. ഇത്രയും കാലം മുത്തശ്ശനെ മുത്തശ്ശിയെ മിസ് ചെയ്തത് വല്ലാത്ത കഷ്ടായി പോയി. എന്ന് കരുതി അവിടെ സ്ഥിരമാക്കാനാണോ പ്ലാൻ? വേണ്ട വേണ്ട, എക്സാം എടുത്തല്ല മറന്നോ നീ? അറിയാം, തിരുവോണം കഴിഞ്ഞാ ഞാൻ മടങ്ങായി. ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൺഫേം ആണ്. പിന്നെ ഞാൻ പറഞ്ഞത്, ഹലോ ഹലോ, കട്ടായി. അവനാണല്ലേ, വേഗം മടങ്ങിച്ചെല്ലാം വിളിച്ചതാണല്ലേ? അപ്പോഴേക്കും പിണങ്ങിയോ രണ്ടാളും? പരീക്ഷയല്ലേ മുത്തശ്ശ, അതിന്റെ ചൂട് മറന്നല്ലേ ഞാൻ ഇങ്ങോട്ട് ചാടിയത്. ഏയ് പിണങ്ങാതെ. ഞാനൊരു കാര്യം പറഞ്ഞാൽ രണ്ടാളും ഇപ്പം ഞെട്ടും. മെഡിസിൻ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് ചൂട് മാറാൻ പോവാ. ഇവിടുത്തെ ശുദ്ധവായു ശ്വസിച്ച് ഏതെങ്കിലും ഒരു മലയാളി കോന്തനം കെട്ടി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം ഇവിടെ സ്വസ്ഥം. സത്യം, മുത്തശ്ശനും മുത്തശ്ശിയുമാണ് സത്യം. ഇങ്ങനെ ഗ്ലൂമി ആവാതെ എന്റെ മുത്തശ്ശി. പറഞ്ഞത് മറന്നുപോയോ? പരീക്ഷ കഴിഞ്ഞാ ഞാനിങ്ങി വരും. നിന്റെ അച്ഛനും അമ്മയെ സമ്മതിച്ചില്ലെങ്കിലോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കും. മുത്തശ്ശി വാ വാ എന്റെ മുത്തശ്ശി. കൊച്ചമ്മേ, കണ്ണിമാങ്ങ അച്ചാറും പുളിയിഞ്ചിയും. അയ്യോ, ഞാനിത് വയ്ക്കാൻ മറന്നു. നിന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. വേണ്ട മുത്തശ്ശി, ഇതെല്ലാം അവിടെയും കിട്ടും. എന്നാലും ഇവിടത്തെ പോലെ ആവോ? അമ്മ തന്നതാണെന്ന് പറഞ്ഞ് മോളിത് അവന് കൊടുത്താ മതി. അല്ല, എയർപോർട്ടിലേക്ക് ഞാൻ വരണ്ടെന്ന് തന്നെയാണോ മോള് പറയുന്നത്? വേണ്ട മുത്തശ്ശ, എന്തിനാ ഇത്ര ദൂരം വെറുതെ? ഞാൻ വന്ന പോലെ തന്നെ തിരിച്ചു പോയിക്കോളാം. അതിലും ഇല്ലേ ഒരു ത്രില്ല്.
ഹലോ ഡാഡി. ആ ഞാനിത് ഇറങ്ങായി. ആ ഫ്ലൈറ്റ് ഓൺ ടൈം. ഓക്കെ. ആ ഞാൻ മുത്തശ്ശന് കൊടുക്കാം. ഹലോ. ഞാനും ഭാമയും വരാത്തതിൽ അച്ഛന് വിഷമമുണ്ടാവുന്നറിയാം. പക്ഷേ എന്തു ചെയ്യാനാ, എന്റെ ജോലി തിരക്ക്. സാരമില്ല, മോളെങ്കിലും അയക്കാൻ തോന്നിയത് നന്നായി. നീ തിരക്കൊഴിഞ്ഞിട്ട് വാ, അപ്പൊ ഞങ്ങൾ ഉണ്ടാവുമെങ്കിൽ കാണാം. കുത്തുവാക്ക് പറയാതിങ്ങിത്താ. മോനെ, അമ്മയാ ലക്ഷ്മി മോള് വന്നപ്പോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവളത് അവിടെ എത്തുമ്പോ നിന്നോട് പറയും. എതിരൊന്നും പറയരുത്. ശരി അമ്മേ, അവളുടെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം. ഞാൻ വിളിക്കാം. ശരി. അപ്പ പറഞ്ഞ പോലെ ഞാൻ യാത്ര പറയുന്നില്ല. എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. അതുവരെ സൂക്ഷിക്കാൻ ഒരോർമ്മ ചിത്രം. എവറിത്തിങ് ഇസ് ഓക്കെ സർ. പണം പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് ആയി കാണും. എല്ലാം ഓക്കെ അല്ലേ? എവറിത്തിങ് ഇസ് ഓക്കെ. ഓക്കെ, ബൈ. പകർന്നാട്ടം കഴിഞ്ഞോ? ഏത് വേഷമായിരുന്നു? കൊച്ചുമകളുടെ വേഷം. പേര് അദീന സുദേ. അമേരിക്കയിൽ മെഡിസിന് പഠിക്കുന്നു. കൊള്ളാം. പ്രതിഫലം 25 പറഞ്ഞ് ഉറപ്പിച്ചിട്ട് ആ അമേരിക്കൻ എച്ചി തന്നത് 15. ബാക്കി 10 പകരം എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടത്രേ. ആർക്ക് വേണം അവരുടെ അച്ചാറും പുളിയിഞ്ചിയും? ആ നിനക്ക് കമ്മീഷൻ വേണ്ടേ? ഷോ, ഞാനത് മറന്നു. രഞ്ജിക്കല്ലേ ടൈറ്റ് വെച്ചോ, ഞാൻ പിന്നെ വാങ്ങിക്കോളാം. കൊച്ചുമകളായുള്ള എന്റെ അഭിനയം കണ്ടേ നിനക്ക്? മെമ്മറി കാർഡ് ഫുള്ളാ. സെറ്റ് ഹാങ് ആവുന്നതിന് മുൻപ് എല്ലാം നിന്നെ ഒന്ന് കാണിച്ച് ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചു. ഇതുപോലെ ഒരുപാട് വേഷങ്ങൾ ആടിയിട്ടുണ്ടെങ്കിലും ഇത് എല്ലാം കഴിഞ്ഞപ്പോ വല്ലാത്തൊരുതരം കുറ്റബോധം. ആ അച്ഛന്റെ അമ്മയുടെ സ്നേഹം, വിശ്വാസം 25 വർഷമായത്രേ അവരുടെ മകൻ അവരെ കാണാൻ ചെന്നിട്ട്. അവസാനം ആ അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോ തിരക്കുള്ള മകൻ കാട്ടിക്കൂട്ടിയതാ ഈ നാടകം. നോ സെന്റിമെന്റ്സ്, ബി പ്രാക്ടിക്കൽ രഞ്ജിനി. ഷേക്സ്പിയറിന് നീ മറന്നോ? ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ ആർ merely players. എന്നാലും ഈ അഭിനയത്തിനും ജീവിതത്തിനും ഇടയിൽ നഷ്ടപ്പെടുന്ന എന്തോ ഒരു മണ്ണാങ്കട്ട. ഈ പണം കിട്ടിയതുകൊണ്ട് ഒരു മാസത്തേക്കെങ്കിലും നിന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാം, അനിയത്തിയുടെ സ്കൂൾ ഫീസ് കൊടുക്കാം, പിന്നെ നിന്റെ വീട്ടുചെലവ് നടത്താം. കഷ്ടം. നീ എത്ര സില്ലിയായി പറഞ്ഞു കളഞ്ഞു. മകനെ കാത്തിരിക്കുന്ന അവർക്ക് ഇനി കാത്തിരിക്കാൻ ഒരു കൊച്ചുമകൾ കൂടിയായി. ഈ ചിത്രങ്ങൾ കൂടി കാണുമ്പോ മനസ്സ് വല്ലാതെ പിടയുക. അതാ ഡിലീറ്റ് ചെയ്യാമെന്ന് വെച്ചത്. ഏയ്, ആ ചിത്രം കളയണ്ട. അത് വെറുതെ അവിടെ കിടന്നോട്ടെ, ഒരോർമ്മ ചിത്രം പോലെ.